ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സ്വാദിഷ്ടകരമായിട്ട് ആട്ട കൊണ്ട് പൊറോട്ടയാണ്. അതിനായി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആട്ടമാവും പിന്നെ ഒരു മുട്ടയും കുറച്ച് ബേക്കിംഗ് സോഡയും ഉപ്പും വെള്ളവുമാണ്. ആദ്യം തന്നെ നമുക്ക് ആട്ട ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ആട്ട ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത്തിരി ബേക്കിംഗ് സോഡ എന്ന് വെച്ചാൽ 1/4 ടീസ്പൂണോളം മതിയാകും. നമുക്കത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത്തിരി വലിപ്പമുള്ള കോഴിമുട്ട എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ ഞങ്ങളുടെ വീട്ടിലെ ടർക്കിയുടെ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് എഗ്ഗാണെങ്കിൽ 2 മുട്ട എടുക്കേണ്ടി വരും 1 കിലോ ആട്ട കൊണ്ട് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ മുട്ട ചേർത്തിട്ട് നമ്മൾ ആദ്യമൊന്ന് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവ് കുഴച്ചെടുക്കാം. ആട്ടയായാലും മൈദയായാലും നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മാവിൻ്റെ കുഴ പോലെ ഇരിക്കും പൊറോട്ടയുടെ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ നന്നായിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മാവ് കുഴച്ച് വെച്ച ഉടനെ തന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തു വെക്കുകയാണ്. അതിനായി നമുക്ക് മാവ് കൃത്യമായിട്ട് പകുത്ത് മാറ്റാം. അത്യാവശ്യം പൊറോട്ടയുടെ വലിപ്പമുള്ള ഉരുളകളാക്കി മാറ്റി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ ഉരുളകൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആദ്യമായിട്ട് ഉരുളകൾ ഉണ്ടാക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് പൊറോട്ടയുടെ ബോൾസ് റെഡിയാക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഉരുളകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പൊറോട്ടയ്ക്ക് വേണ്ടതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്കൊരു അല്പം വെറ്റായി കിടക്കുന്ന ഒരു തുണി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ നെയ്യും അതിൻ്റെ ഒക്കെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ആട്ട പൊറോട്ടയിൽ നമ്മൾ മാവ് കുഴക്കുന്ന നേരത്ത് നെയ്യോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്തും ചുട്ടെടുക്കുമ്പോഴും മാത്രമാണ് ഇത്തിരി നെയ്യ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഉരുളകളായി ഇങ്ങനെ കൈകൊണ്ട് നന്നായി പരത്തി കൊടുക്കാം. സാധാരണ മൈദാമാവ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത്തിരി നേരം കൂടി റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കേണ്ടി വരാറുണ്ട്. ഇതിപ്പോൾ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് നേരം കുഴച്ച് മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ നമ്മൾ അപ്പോൾ തന്നെ അതങ്ങ് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അതാ ഇതുപോലെ നന്നായി പരത്തിയെടുത്തതിന് ശേഷം പൊറോട്ടയ്ക്ക് വീശുന്നത് പോലെ 2 അടിയടിച്ച് വീശിയിട്ട് ഞാനിവിടെ ഇങ്ങനെ ചുരുട്ടി എടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ചുരുട്ടിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മാവ് പൊട്ടിപ്പോവുകയാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. അത് നമുക്ക് അതിനോടൊന്നിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ചുരുട്ടിയെടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ ഉരുളകളും അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ചുരുട്ടി വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് അത്യാവശ്യം വലുപ്പത്തിലൊന്ന് പരത്തി നന്നായി ചൂടായി കിടക്കുന്ന ഓട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതിൻ്റെ മുകൾ ഭാഗത്തും ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊരു വെന്ത് വരുന്ന ഒരു പാകമാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒത്തിരി ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കാൻ പറ്റും. സാധാരണ മൈദ പൊറോട്ടയുടെ പോലെ പരത്തിയെടുക്കാനോ അടിച്ചെടുക്കാനോ വീശിയെടുക്കാനോ ഒന്നും ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. അപ്പോൾ നമ്മൾ ഈ പൊറോട്ട റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പൊറോട്ട ചെയ്യുന്നത് പോലെ തന്നെ ഈ പൊറോട്ടയ്ക്കും കൈകൊണ്ട് ഒന്ന് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ ഞാനൊരു ചെറിയ ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യമായിട്ട് പൊറോട്ടയൊക്കെ ചുടുന്നവരാണെങ്കിൽ നന്നായിട്ട് കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത് തന്നെ ഒരു തുണി, നനഞ്ഞ തുണിയാണ് നിങ്ങളുടെ അരികിൽ വെച്ചാൽ ഇടയ്ക്കിടെ നമ്മൾ പൊറോട്ട അടിച്ചു കൊടുക്കുമ്പോൾ ആ നനഞ്ഞ തുണിക്ക് ഒന്ന് കൈവച്ച് ഇത്തിരി സമയം കഴിഞ്ഞിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കൈ പൊള്ളുന്നതിൽ നിന്നും രക്ഷ നേടാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ജസ്റ്റ് ഒരു തംസപ്പെങ്കിലും ഇടാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ.
അപ്പോൾ എല്ലാവർക്കും അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.